ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം. സായി കമ്പാരിസൺസ് പാർട്ട് 28. ഓം ഈശ്വരൻ്റെ വാക് ചിഹ്നം എന്നതുപോലെ ലിംഗം ഈശ്വരൻ്റെ രൂപത്തിൻ്റെ ചിഹ്നമാണ്. ഒരു കോഴിമുട്ടയിൽ ജീവൻ്റെ സാന്നിധ്യം ഉള്ളതുപോലെ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിലാകെ സന്നിഹിതനാണ്. കോഴിക്കുഞ്ഞ് മുട്ടയുടെ എല്ലാ ഭാഗത്തും ഉള്ളതുപോലെ ഈശ്വരൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നിറഞ്ഞിരിക്കുന്നു. മായയാണ് മനുഷ്യന് പരിമിതിയും ബന്ധനവും ഉണ്ടാക്കുന്നത്. ഒരു ഇരുമ്പ് കഷണം വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു പോകുന്നു. പക്ഷേ ആ ഇരുമ്പ് കഷണത്തെ അടിച്ചു പരത്തി പൊള്ളയാക്കിയാൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് ഒഴുകുന്നു. അതുപോലെ മനസ്സിനെ മർദ്ദിച്ച് പൊള്ളയാക്കുക, അഹന്ത ഇല്ലായ്മ ചെയ്യുക. അപ്പോൾ അത് സംസാരസാഗരത്തിൽ പൊങ്ങി ഒഴുകും. അതുകൂടാതെ വിവേകം ഉണ്ടായിരിക്കണം. തെറ്റായ മാർഗത്തിലേക്ക് നയിക്കപ്പെടാതെ ഇരിക്കണം. ഒരു കുഞ്ഞ് പിച്ച വെച്ച് നടന്നു തുടങ്ങുന്നത് വീടിനകത്തെ സുരക്ഷയിലാണ്. കാലിന് ഉറപ്പ് വരുന്നതുവരെ, സമനില കിട്ടുന്നതുവരെ, ഭയമില്ലാതെയും ആരുടെയും കൂട്ടില്ലാതെയും ഓടി നടക്കാൻ പ്രാപ്തി നേടുന്നതുവരെ ഒരു കുഞ്ഞിനെ വീട്ടിനുള്ളിൽ തന്നെ നടക്കുവാൻ അനുവദിക്കുന്നു. അതിനുശേഷമേ പുറത്ത് വഴിയിലേക്കും വിശാലമായ ലോകത്തിലേക്കും അത് ഇറങ്ങുകയുള്ളൂ. അതുപോലെ ഒരു മനുഷ്യൻ അവനവൻ്റെ ഉള്ളിലെ ലോകത്തെ ആദ്യം സ്വായത്തമാക്കണം. പ്രലോഭനങ്ങളുടെ സ്വാധീനത്തിൽ പെടാതെ ഇരിക്കണം. തൻ്റെ ഇന്ദ്രിയങ്ങളുടെ ചുവടുകൾ പിഴയ്ക്കുമ്പോൾ വീഴുന്നതിന് ജീവി പഠിക്കണം. മനസ്സിനെ സമനിലയിൽ നിർത്തുവാൻ പഠിക്കുമ്പോൾ ബാഹ്യലോകത്തെ ആശ്രയിക്കാതെ ഇരിക്കുവാൻ പഠിക്കും. ഇപ്രകാരം സ്വയം പര്യാപ്തതയോടുകൂടി വിവേകം നേടിയ ശേഷം മാത്രം ബാഹ്യലോകത്തേക്ക് ആത്മവിശ്വാസത്തോടെയും നിർഭയമായും ഇറങ്ങുവാൻ കഴിയും. തൻ്റെ വ്യക്തിത്വത്തിന് അപകടവും പോറലും ഏൽക്കാതെ ബാഹ്യലോകത്ത് ജീവിക്കുവാൻ സാധിക്കും. എത്ര ഉയരത്തിൽ പറക്കുകയാണെങ്കിലും ഒരു പക്ഷിക്ക് ഒരു വൃക്ഷക്കൊമ്പിൽ ശാന്തമായി ഇരിക്കേണ്ടതായി വരും. അതുപോലെ എത്ര വലിയ അഹങ്കാരിക്കും തന്നിഷ്ടക്കാരനും അവിശ്വാസിക്കും പരമാത്മാവിനെ ധ്യാനിക്കുന്നതിൽ സന്തോഷമോ ശാന്തിയോ ഇല്ലെന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദിക്കും ഒരു ദിവസം പ്രാർത്ഥിക്കേണ്ടതായി വരും. അപ്പോൾ ഈശ്വര, എനിക്ക് നിന്റെ ശരണാഗതി നൽകിയാലും, എനിക്ക് ആശ്വാസവും ശക്തിയും ആനന്ദവും നൽകിയാലും എന്ന് പ്രാർത്ഥിക്കേണ്ടതായി വരും. മനസ്സിന് സ്വാതന്ത്ര്യം യഥേഷ്ടം അനുവദിക്കുന്നതാണ് എല്ലാ ബന്ധനങ്ങൾക്കും കാരണം. നിങ്ങൾ നന്നായി പഠിക്കണമെന്നും പാസ്സാകണമെന്നും ജോലി നേടണമെന്നും വിവാഹം കഴിച്ച് നന്നായി ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നു. അതിനുശേഷം ബുദ്ധിമാന്മാരായ നല്ല കുട്ടികൾ ജനിക്കണമെന്നും അവർ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണണമെന്നും ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പരിധിയില്ലാത്ത ആഗ്രഹങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. മനസ്സിന് നിയന്ത്രണമില്ലാതെ പായുവാൻ അനുവദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരുന്നത്. ഉദാഹരണത്തിന്, ഒരു പശുവിനെ ഒരു കുറ്റിയിൽ കെട്ടിയിടുകയാണെങ്കിൽ അത് മറ്റ് പറമ്പുകളിൽ കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയില്ല.
അതിന് കോപിക്കാനും ആക്രമിക്കാനും സാധിക്കില്ല. നേരെ മറിച്ച് അതിനെ കെട്ടാതെ അഴിച്ചുവിട്ടാൽ അത് മറ്റ് പറമ്പുകളിലും വയലുകളിലും ഒക്കെ കയറി അവിടുത്തെ വിളകൾ നശിപ്പിക്കുന്നു. അത് ചെയ്യുന്ന ദ്രോഹത്തിന് ശിക്ഷയായി നല്ല അടിയും അതിന് കിട്ടുന്നു. അതുപോലെ മനസ്സിന് പരിധികൾ നിർണയിച്ച് അതിനെ തളച്ചിടണം. അച്ചടക്കം പാലിച്ച് ചട്ടങ്ങൾ അനുസരിച്ചും മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരുവന് സൽപ്പേരും സന്തോഷവും ലഭ്യമാകുന്നു. ഒരു സ്പെക്ട്രം, അതായത് വർണ്ണരാജി, വേഗത്തിൽ കറക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു നിറം ഉണ്ടാകുന്നില്ല. കറക്കുന്നത് നിർത്തുമ്പോൾ 7 വർണ്ണങ്ങളും പ്രത്യേകമായി കാണാൻ കഴിയുന്നു. അതുപോലെ ഒരു ഫാൻ വളരെ വേഗത്തിൽ കറക്കുമ്പോൾ അതിന് 3 ബ്ലേഡുകൾ ഉണ്ടെന്ന് പ്രത്യേകമായി കാണുവാൻ കഴിയുകയില്ല. പക്ഷേ അത് തണുപ്പും സുഖവും നൽകുന്നു. അതുപോലെ സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ തിരിച്ചറിയുവാനാകാത്ത വിധം പരസ്പരം യോജിച്ചിരിക്കുമ്പോൾ ശുദ്ധമായ ആനന്ദം മാത്രമാണ് ഉണ്ടാകുന്നത്. പാക്കിന് തവിട്ട് നിറവും വെറ്റിലയ്ക്ക് പച്ച നിറവും ചുണ്ണാമ്പിന് വെള്ള നിറവുമാണ്. പക്ഷേ അവ 3ഉം കൂടി ഒരുമിച്ച് ചവയ്ക്കുമ്പോൾ അതിൻ്റെ നിറം ചുവപ്പായി തീരുന്നു. അതുപോലെ ത്രിഗുണങ്ങളെ മിതമായി നിർത്തിക്കൊണ്ട് സാധന ചെയ്യുകയാണെങ്കിൽ സമാധാനമാണ് ലഭിക്കുക, ശാന്തിയാണ് കൈവരുക. വിളക്ക് സത്വഗുണവും തിരി തമോ ഗുണവും എണ്ണ രജോ ഗുണവുമാണ്. പക്ഷേ അവ 3ഉം സംയോജിക്കുമ്പോൾ ലഭിക്കുന്നത് നല്ല പ്രകാശമാണ്. വിവേകത്തിൻ്റെ ആ പ്രകാശം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ പര്യാപ്തമാണ്. ജയ് സായിരാം.